എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സാസുകയുടെ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. കുഞ്ഞൻ സാസുക അവൻ ഹിറ്റാച്ചിയോട് ചോദിക്കും, ഇന്നെങ്കിലും എനിക്ക് ട്രെയിനിങ് തന്നൂടെ, എന്നെ കൂടെ നിന്റെ കൂടെ കൂട്ടിക്കൂടെ. അതിന് ഹിറ്റാച്ചി പറയും, അയ്യോ ഇല്ല ഇല്ല, ഇന്നെനിക്ക് ഭയങ്കര തിരക്കാണ്. പപ്പ ഫ്രീ അല്ലേ, നീ പപ്പയോട് ട്രെയിനിങ് തരാൻ പറ. അതിന് സാസുക അവൻ ഡാൻസ് ഒക്കെ കളിച്ച് കൊഞ്ചിയിട്ട് അവന്റെ ചേട്ടൻ ഹിറ്റാച്ചിയോട് ചോദിക്കും, ചേട്ടന് എന്നെ ശരിക്കും ഇഷ്ടമല്ലല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് എപ്പോഴും ട്രെയിനിങ് തരാൻ പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നേ. ഉടനെ ഹിറ്റാച്ചി അവനത് കേട്ട് ഒരുപാട് സങ്കടാവും. ഹിറ്റാച്ചി പറയും, സാസുക നീ എൻ്റെ അടുത്തേക്ക് വാ. സാസുക അടുത്തേക്ക് വരുമ്പോ അവനവനെ ചേർത്ത് പിടിച്ച് അവന്റെ തലയിൽ ചെറിയൊരു തട്ട് കൊടുക്കും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഇന്ന് ഞാൻ അല്പം തിരക്കിലാണ്. നാളെ ഉറപ്പായിട്ടും നിനക്ക് ഞാൻ തന്നെ ട്രെയിനിങ് തരും. നിനക്കൊരു കാര്യം അറിയോ, പപ്പയും അമ്മയും പുറത്തു പോകുന്നുണ്ട്. സോ അവര് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീട്ടില് നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും. നമുക്ക് ഒത്തിരി ട്രെയിനിങ്ങും പ്രാക്ടീസ് ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ടിരിക്കാം. അത് കേട്ട് സാസുക അവൻ സന്തോഷത്തിൽ തുള്ളിച്ചാടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവന്റെ പപ്പയും അമ്മയും സാസുക എല്ലാവരും ചേർന്ന് ഫുഡ് കഴിക്കാണ്. സാസുക ചോദിക്കും, ചേട്ടൻ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരും നാളെ എവിടേക്ക് പോവാണെന്ന്. അതിനവന്റെ പപ്പ പറയും, നാളെ ഞാനും നിന്റെ അമ്മയും ചേർന്ന് നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്, നീയും ഞങ്ങളുടെ കൂടെ വരില്ലേ? അതിന് സാസുക പറയും, ഞാൻ വരില്ല. നാളെ ഞാനും ചേട്ടനും ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അത് കേട്ട് പപ്പയും അമ്മയും ഒരുപോലെ ഷോക്കാവും. പപ്പ ചോദിക്കും, സത്യമാണോ? ഹിറ്റാച്ചി നിനക്ക് ട്രെയിനിങ് തരാന്ന് പ്രോമിസ് ചെയ്തോ? അതിന് സാസുക പറയും, അതെ, ഉറപ്പായിട്ട് ഇത്തവണ ബ്രദർ എനിക്ക് ട്രെയിനിങ് തരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അച്ഛനും അമ്മയും പുറത്തേക്ക് പോയതിനു ശേഷം ഹിറ്റാച്ചി അവൻ സാസുകയും കൂട്ടി പുറത്തേക്ക് വന്ന് കുനോയ് പ്രാക്ടീസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു മരക്കട്ടയില് അവര് കത്തികൾ ആഞ്ഞെറിയും. കത്തികള് അറഞ്ചം പുറഞ്ചം വലിച്ചെറിയും. ഹിറ്റാച്ചി ആണെങ്കിൽ ആ സെൻട്രൽ പോയിന്റ് അവിടെ എയിം ചെയ്ത് കറക്റ്റായിട്ട് കത്തി വലിച്ചെറിയും. സാസുക ആണെങ്കിൽ ഓരോ കത്തികള് കറക്റ്റായിട്ട് എയിം ചെയ്ത് അതിൽ കൊള്ളിച്ചു കൊണ്ടേയിരിക്കും. ഉടനെ ഹിറ്റാച്ചി അവൻ 4 കത്തി ഒരുമിച്ച് കയ്യിലെടുത്ത് ആ കട്ടയിലേക്ക് വലിച്ചെറിയും. 4 ആ കട്ടയിൽ തറച്ചു കയറിയത് കണ്ട് സാസുക ഷോക്കാവും. ഓ മൈ ഗോഡ് ബ്രദർ, യു ആർ അൺബിലീവബിൾ, നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു? അതിന് ഹിറ്റാച്ചി പറയും, നീയും നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ടും വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയും. ഹിറ്റാച്ചി സാസുകയോട് ചോദിക്കും, നമ്മുടെ വില്ലേജിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? നമ്മുടെ ക്ലാന്റെ കൊടി അത് കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതിന് സാസുക പറയും, ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ക്ലാന്റെ ആ ഒരു സിമ്പൽ ഫ്ലാഗ് അത് കാണുമ്പോൾ എനിക്ക് വിശറിയാണ് ഓർമ്മ വരാറ്. അപ്പോഴായിരിക്കും ഹിറ്റാച്ചി പറയാ, വലിയൊരു തീ അതാളി പടരണമെങ്കിൽ കാറ്റ് ആവശ്യമാണ്. ആ കാറ്റ് വീശുന്ന ആ കാറ്റുണ്ടാക്കാനാണ് ഈ ഒരു വിശറി. അത് കേട്ട് സാസുക അവൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ബ്രദർ ഹിറ്റാച്ചി, നീ നമ്മുടെ ക്ലാനിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ക്ലാനിനെ പ്രൊട്ടക്ട് ചെയ്യാനാണോ ഏറ്റവും കൂടുതൽ നീ ആഗ്രഹിക്കുന്നത്? അത് കേട്ട് ഹിറ്റാച്ചി അവൻ തല താഴ്ത്തും. എന്നെ കൊണ്ടിപ്പോ അതിനുത്തരം പറയാൻ കഴിയില്ല. ശരിക്കും ഞാൻ അതിനെക്കുറിച്ചാണ് ഇത്രയും കാലവും ചിന്തിച്ചത്. ഓക്കെ, നമുക്കിപ്പോ ആ ഒരു ടോപ്പിക്കൊക്കെ അവസാനിപ്പിക്കാം. ഇന്ന് നൈറ്റ് നിനക്ക് വേണ്ടി ഒരു അടിപൊളി ഡിഷ് ഞാൻ ഉണ്ടാക്കി തരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹിറ്റാച്ചി സാസുവയ്ക്ക് വേണ്ടി ഞണ്ട്, കോഴി, ബീഫ്, റൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. സാസുവയ്ക്കാണെങ്കിൽ അതുകൊണ്ട് വായിൽ വെള്ളം ഊറി കൊതിയോടെ അത് നോക്കിയിരിക്കും. സാസുക ചോദിക്കും, ബിഗ് ബ്രദർ, ഇതെല്ലാം നമുക്ക് രണ്ടുപേർക്കും മാത്രമാണോ? ഹിറ്റാച്ചി ചിരിച്ചുകൊണ്ട് ചോദിക്കും, എന്തു പറ്റി, കൂടിപ്പോയോ? ഇല്ല, ഇത് മൊത്തം ഞാൻ ഒറ്റ ഇരിപ്പിന് തിന്നു തീർക്കുമെന്ന് സാസുക പറയും. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഹിറ്റാച്ചി അവന്റെ ബെഡും തലേണയൊക്കെ ആയി സാസുകയുടെ അടുത്തേക്ക് വരും. സാസുക, നമുക്ക് രണ്ടുപേർക്കും ഇന്നൊരു ചേഞ്ചിന് പുറത്ത് കിടന്നാലോ? നക്ഷത്രങ്ങളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് കിടക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ പുറത്തേക്ക് വന്ന് കിടക്കും. സാസുക ഹിറ്റാച്ചിയെ നോക്കും, ബ്രദർ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീയും നമ്മുടെ പപ്പയുമാണ് എൻ്റെ മാതൃക. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങളെപ്പോലെ ആവണം. അത് കേട്ട് ഹിറ്റാച്ചി പറയും, ഉറപ്പായിട്ടും ഞങ്ങളെപ്പോലെയല്ല, ഞങ്ങളെ കഴിഞ്ഞ് മുകളിൽ നിനക്ക് എത്താൻ കഴിയും. നിനക്ക് ആക്ച്വലി അത്രയും നല്ല കഴിവുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സാസുകയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും പുറത്ത് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോഴായിരിക്കും ആ കാഴ്ച കണ്ട് അവരുടെ പപ്പയും അമ്മയും അവിടേക്ക് വരിക. പപ്പ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ, നിങ്ങൾ എന്തിനാ ഇവിടെ കിടക്കണേ? അച്ഛന്റെ അമ്മയുടെ ശബ്ദം കേട്ട് ഇപ്പൊ സാസുക അവൻ ചാടി എഴുന്നേക്കും. അവർ സാസുകയോട് ചോദിക്കും,
ഹിറ്റാച്ചി അവൻ എവിടെ, നീ എന്തിനാ ഇവിടെ കിടക്കണേ? സാസുക പറയും ലാസ്റ്റ് നൈറ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെയാണ് കിടന്നത്. ബ്രദറിനെ ഇപ്പോ ഇവിടെ ഒന്നും കാണാനില്ല. ഒരുപക്ഷെ ആൾ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടാവും. കട്ട് ചെയ്ത ഹിറ്റാച്ചി അവനെടുക്കുന്ന ട്രെയിനിങ് മെറ്റീരിയൽസ് അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ പുതിയ ട്രെയിനിങ് മെറ്റീരിയൽസും അവൻ ആരെയും കാണിക്കാറില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാക്കുറയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. സാക്കുറയാണെങ്കിൽ ഉഷാറായി കാട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഓടി ഓടി കാടിന് നടുവിലുള്ള ഒരു കുടിലേക്ക് വരും. ആ ഒരു കുടിലില് ഒരുപാട് ബലൂണ്, ഡെക്കറേഷൻ വർക്ക്, ചോക്ലേറ്റ്സ് അങ്ങനെ എല്ലാം കൊണ്ടും അത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾ ആ വീട്ടിലേക്ക് കയറി ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുട്ടി വീട്, എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവൾ കണ്ണാടിയിലേക്ക് നോക്കും. അവളുടെ നെറ്റിയാണെങ്കിൽ ഒരുപാട് വലുതാണ്. അത് കവർ ചെയ്യാൻ അവളിപ്പോ മുടിയൊക്കെ മുൻപിലോട്ടിട്ട് സെറ്റ് ചെയ്യും. അതിനുശേഷം അവൾ അവളുടെ യഥാർത്ഥ വീട്ടിലേക്ക് ഓടിയെത്തും. അവിടെ അവളുടെ പപ്പയും മമ്മിയും അവരവൾക്ക് കഴിക്കാൻ ഫുഡൊക്കെ കൊടുത്ത് സാക്കുറയുടെ പപ്പ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ അവളോട് പറയാൻ തുടങ്ങും. അത് കേട്ട് അമ്മ പറയും ദയവ് ചെയ്ത് അവളോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്, അങ്ങനെ സംസാരിച്ച നിങ്ങളോടുള്ള വെറുപ്പ് അതവൾക്ക് കൂടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഓരോ ദിവസം കഴിയുന്തോറും സാക്കുറ അവൾ ഒറ്റയ്ക്ക് കളിച്ചും ചിരിച്ചും പൂക്കളൊക്കെ പറിച്ചും ആ കാട്ടിലൂടെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അവളെ തേടി മറ്റൊരു സുന്ദരി വന്നത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഈനോയെ കാണുമ്പോൾ തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടാവും. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല ഫ്രണ്ട്സായി മാറും. ഈനോ ആണെങ്കിൽ സാക്കുറയുടെ തലയിൽ കെട്ടാൻ ഒരു അടിപൊളി ഹെഡ് ബാൻഡ് അവൾക്ക് കൊടുക്കും. സാക്കുറ കണ്ണാടിയിൽ അവളുടെ പുതിയ ലുക്ക് നോക്കും. അതിന് ഈനോ പറയും നിന്റെ വലിയ നെറ്റി ആയതുകൊണ്ടല്ലേ നീ എപ്പോഴും നിന്റെ നെറ്റി അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നേ. ഇനി നിന്നെ ആരും കളിയാക്കില്ല. നിന്റെ ഈ ഒരു ലുക്കും വലിയ നെറ്റിയും ഇനി എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷെ സാക്കുറ അപ്പോഴും ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി ഈനോയോട് പറയും നീ ശരിക്കും നല്ല സ്മാർട്ടാണ്, നിനക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കാൻ അറിയാം. പക്ഷെ ഞാനാണെങ്കിൽ അത്രയും സ്മാർട്ടും ക്യൂട്ടൊന്നും അല്ല, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല. അത് കേട്ട് ഈനോ കണ്ണാടി എടുത്ത് അവളെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ നോക്ക് നീ എത്ര സുന്ദരിയാണ്, തീർച്ചയായിട്ടും ഇനി മുതൽ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നു പറയും. അത് കേട്ട് ഒത്തിരി സന്തോഷത്തില് സാക്കുറ വീട്ടിലേക്ക് വന്ന് ഇപ്പൊ ഈനോയെ പരിചയപ്പെട്ട കാര്യം അവളുടെ അച്ഛനോടും അമ്മയോടും പറയും. പപ്പയ്ക്കും അമ്മയ്ക്കും അവളുടെ പുതിയ ലുക്ക് അത് ഒരുപാട് ഇഷ്ടാവും. സാക്കുറ പറയും ഞാൻ ഈനോന്ന് പേരുള്ള പുതിയൊരു കൂട്ടുകാരിയെ പരിചയപ്പെട്ടു, ഞങ്ങളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവളാണ് എനിക്ക് റിബൺ തന്ന് എന്നെ സ്റ്റൈൽ ചെയ്തത്. അത് കേട്ട് പപ്പ പറയും ഉറപ്പായിട്ടും ഇനി നിനക്ക് ഇഷ്ടം പോലെ ബോയ് ഫ്രണ്ട്സിനെ കിട്ടും. നിന്റെ അമ്മ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിന്നെ കാണാൻ. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സാക്കുറ അവൾ ഈനോയെ കൂട്ടി കാട്ടിലേക്ക് വരും. എന്നിട്ട് അവൾ ഉണ്ടാക്കിയ ആ ഒരു വീട് അത് ഈനോയ്ക്ക് കാണിച്ചു കൊടുക്കും. സാക്കുറ പറയും ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുഞ്ഞൻ വീടാണ്. ഈനോയ്ക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര അത്ഭുതമാവും. ഈനോ ആണെങ്കിൽ അതിപ്പോ കറക്റ്റായിട്ട് റീഅറേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും സാക്കുറ അവൾ ഈനോയോട് പറയാ നമ്മുടെ ക്ലാസ്സിൽ പുതുതായി വന്ന ആ സാസുക അവൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവന് ലോങ് ഹെയർ ഉള്ള പെൺകുട്ടികളെ ഒത്തിരി ഇഷ്ടമാണ്. സോ ഇനി മുതൽ ഞാനും എൻ്റെ മുടി നീട്ടി വളർത്തും. അത് കേട്ട് ഈനോ അവള് ഷോക്കാവും. ഈനോ പറയും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് ഈനോ ഇപ്പോ അവിടുന്ന് ഓടിപ്പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ സാക്കുറ അവൾ ഡയറക്റ്റ് ആയിട്ട് സാസുകയുടെ അടുത്തേക്ക് വരും. അവൾ അവന്റെ അടുത്ത് വരുമ്പോൾ തന്നെ സാസുക ഒരുപാട് ദേഷ്യപ്പെട്ട് അവളെ ആട്ടി ഓടിക്കും. സാക്കുറ പൊട്ടിക്കരഞ്ഞ് അങ്ങനെ തിരികെ ഓടും. അത് കണ്ട് നറൂട്ടോ അവനാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. എന്തുപറ്റി, എന്തിനായിരിക്കും ഈ പെൺകുട്ടി അവൾ കരഞ്ഞോണ്ട് പോകുന്നത് ചിന്തിച്ച് അവനിപ്പോ അവളെ നോക്കി നിൽക്കും. അതേസമയം സാക്കുറ അവൾ ഓടി ഓടി ഇപ്പൊ കാട്ടിലേക്ക് തിരിച്ചെത്തും. അവിടെ വെച്ച് അവൾ കമ്പും കല്ലൊക്കെ വെച്ച് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നറൂട്ടോ ആണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് അവളുടെ പിന്നാലെ വരും. സാക്കുറ ട്രെയിനിങ് എടുക്കുന്നത് കണ്ട് പാവൻ നറൂട്ടോടെ അവന്റെ കിളി പോയി അങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.